നമ്മൾ മലയാളികളുടെ ഒരു വികാരമാണല്ലേ അപ്പവും സ്റ്റൂവും അല്ലെ അപ്പവും കടലക്കറി എന്നൊക്കെ പറയുന്നത്. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് നല്ല വല പോലെയുള്ള പുറം ഭാഗം കൊണ്ട് ക്രിസ്പി ആയിട്ടുള്ള ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ചിലർക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പമായിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് കളറിലിരിക്കുന്ന മൊരിയാത്ത അപ്പമായിരിക്കും ഇഷ്ടം. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന അപ്പം ചൂടോടെ കഴിക്കാനാണ്. ഞാൻ ഈ കാണിക്കുന്ന റെസിപ്പി കൊണ്ട് 2 രീതിയിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി എടുക്കുമ്പം ഏറ്റവും വില കുറഞ്ഞ പച്ചരി എടുക്കാമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയില്ലേ, അങ്ങനെയുള്ള പച്ചരിയാണ് അപ്പത്തിന് അരയ്ക്കാൻ ഏറ്റവും നല്ലത്. പെട്ടെന്ന് അരഞ്ഞു കിട്ടുന്ന അരിയായിരിക്കണം. കിട്ടുന്ന പച്ചരി നല്ലതല്ലെങ്കിൽ അപ്പം ശരിയാകാറില്ല സാധാരണ. അപ്പം ഏറ്റവും വില കുറഞ്ഞ പച്ചരി നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ കുതിർത്താൽ മതി. അപ്പം ഞാനിത് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. ഇഡ്ഡലിക്കും ദോശയ്ക്കും അരയ്ക്കുന്നതിനേക്കാളും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പത്തിന് അരയ്ക്കാനാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറയാമോ? അപ്പത്തിന് അരയ്ക്കുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഒരൊറ്റ ട്രിപ്പ് കൊണ്ട് അരച്ച് തീരുകയും ചെയ്യും. ഇപ്പോൾ പച്ചരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് ചോറാണ്. ഈ ഒരു ബൗളിനകത്ത് 1 കപ്പ് ചോറ് ഞാൻ എടുക്കുന്നുണ്ട്. നമ്മുടെ മട്ട അരിയുടെ ചോറാണ് ചേർക്കുന്നത്. നിങ്ങളൊക്കെ ഈ രീതിയിലാണോ അപ്പം ഉണ്ടാക്കുന്നതെന്ന് പറയണം കേട്ടോ. ചോറ് ചേർത്തതിന് ശേഷം ഇതേ ബൗളിലേക്ക് ഒരു 1/4 ബൗള് തേങ്ങ ചേർത്ത് കൊടുക്കാം. പലരും തേങ്ങയൊക്കെ രാവിലെയാണ് അരച്ച് ചേർക്കാറുള്ളത്. ഞാൻ പക്ഷേ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അരയ്ക്കും. രാവിലെ എണീറ്റ് വരുമ്പോൾ ബാറ്ററി റെഡി ആയിട്ടിരുന്നാൽ നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. രാവിലെ എണീറ്റ് വരുമ്പോൾ അരയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും പേര് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പം ഇനി ഇതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് അരയ്ക്കാം. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടിരിക്കണം അപ്പത്തിൻ്റെ മാവ്. നമ്മൾ കലക്കി വെക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കലക്കി വെക്കണം. രാവിലെ നമ്മൾ ചുടാൻ നേരത്ത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ശരിയാവാറില്ല അപ്പം. അരയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണേ. ഇനി മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഒരു 1/4 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കി വെക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ സ്പൂൺ അളവിലാണ് ഞാൻ പഞ്ചസാര ചേർത്തേക്കുന്നത്. ഇനി ഇത് കൈകൊണ്ട് ഇളക്കി വെക്കാം. ഞാനിപ്പോൾ തവിയിട്ട് തന്നെയാണ് ഇളക്കുന്നത്. ഈസ്റ്റിൻ്റെ കട്ടയെല്ലാം അങ്ങ് ഉടച്ച് നല്ലപോലെ മിക്സ് ചെയ്തങ്ങ് വെക്കാം. അപ്പത്തിൻ്റെ മാവ് നമ്മൾ നേരത്തെ അരച്ചിടുകയാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് ഈസ്റ്റ് ചേർത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ അത് നേരത്തെ തന്നെ പുളിച്ച് പൊങ്ങി വരും. ഞാനിപ്പോൾ ഇത് കുറച്ച് രാത്രിയായിട്ടാണ് അരച്ചിട്ടത്, അതുകൊണ്ടാണ് ഉടനെ തന്നെ ഞാൻ ഈസ്റ്റ് ചേർത്തത്. ഇനി ഇതങ്ങ് അടച്ച് വയ്ക്കാം. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഞാൻ ആദ്യം അപ്പത്തിൻ്റെ മാവ് അരച്ചിട്ടുണ്ട്. അത് നോക്കും പുളിച്ച് പൊങ്ങിയിട്ടുണ്ടെന്ന്. ചിലപ്പോൾ അത് ചാടിയൊക്കെ പോകും. അപ്പോൾ ഞാൻ അടിയിലൊരു പാത്രം വെച്ചിട്ടാണ് വെച്ചേക്കാറ്. ഇപ്പം നല്ലപോലെ പുളിച്ച് വന്നിട്ട് തന്നെ താന്നിട്ടുണ്ട്. ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്നതിന് നമ്മൾ ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യല്ലേ. ആ പത അധികം കളയരുത്. ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പിട്ടിട്ടില്ല. വൈകുന്നേരം ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ പുളിച്ച് പൊങ്ങി വരില്ല. ഇപ്പം രാവിലെയാണ് ഉപ്പ് ചേർക്കുന്നത്. എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ആദ്യമേ ഞാനിത് തുറന്ന് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഉപ്പ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും പിന്നെ അടച്ചു വെക്കണം. വീണ്ടും രണ്ടാമത് ഒന്നും കൂടെ പൊങ്ങി വരണം. എന്നിട്ട് വേണം അപ്പം ചുട്ടെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അധികം ശക്തിയിലിട്ട് ഇളക്കരുത്. പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവുള്ളൂ. ഉപ്പിട്ട് പതിയെ മിക്സ് ചെയ്താലും ഉപ്പ് എല്ലായിടത്തും ഒരുപോലെ ആയി എന്നുള്ളത് ഉറപ്പാക്കണം. അവിടെ എവിടെയും കട്ട കെട്ടി കിടക്കരുത്. പതിയെ ഒന്ന് ആ പതയൊന്ന് അധികം അങ്ങോട്ട് ഡിസ്റ്റർബ് ചെയ്യാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പം ഇളക്കി കൊടുക്കുമ്പോൾ പതയങ്ങ് താന്ന് പോകണ്ടല്ലോ. പക്ഷേ നമ്മളിത് വീണ്ടും ഒരു അരമണിക്കൂർ കൂടെ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ഇത് പൊങ്ങി വരും. അന്നേരമാണ് എടുത്ത് അപ്പം ചുടേണ്ടത്. പിന്നീട് ഇളക്കാൻ പാടില്ല. ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് അടച്ചു വെക്കാം. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചേക്കണേ. ഇത് ഉപ്പിട്ട് വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട്. പഴയ പോലെ തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഇളക്കരുത്. പതയോടുകൂടി ചൂടായ പാനിലേക്ക് കോരി ഒഴിച്ചാൽ മതി. ഇവിടെ ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോരി ഒഴിക്കാം. ഇത് ചെറിയ തവിയായതുകൊണ്ട് 2 തവി മാവ് ഞാൻ ഒഴിക്കുന്നുണ്ട്. വലിയ തവിയാണ്, ഒരൊറ്റ തവി ഒഴിച്ചാൽ മതി. പാലപ്പം എന്ന് പറയുമ്പോൾ നടുഭാഗത്ത് കനം കൂടിയിരിക്കുന്ന അപ്പമല്ലേ. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ആ നടുഭാഗത്തെ കട്ടിയുള്ള ഭാഗം ഞാൻ ഒഴിവാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. കനം കുറച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. നടുഭാഗത്ത് മാവ് കൂടിയിരിക്കുമ്പോൾ ആ ഭാഗം കഴിക്കാൻ ആർക്കും ഇഷ്ടമല്ല. എല്ലായിടും ഒരുപോലെ ക്രിസ്പി ആയിട്ടിരിക്കണം. അതാണ് കഴിക്കാൻ ഇഷ്ടം. ഇനിയിപ്പോൾ നടുഭാഗത്ത് മാവ് കനം കൂടി ഇരിക്കണം എന്നുണ്ടെങ്കിൽ മാവ് ഒഴിക്കുന്ന അളവ് ശകലം കൂട്ടിയാൽ മതി. ഒരു 1/2 തവി മാവും കൂടെ കൂടുതൽ ഒഴിച്ചാൽ മതി. അതുപോലെ മാവെടുത്ത് ഇതുപോലെ നമ്മൾ ചുറ്റിക്കുമ്പം ഒരൊറ്റ ചുറ്റാവുള്ളൂ. രണ്ടാമത് ചുറ്റിക്കഴിഞ്ഞാൽ ആ ഹോളുകളെല്ലാം അടഞ്ഞു പോകും. അപ്പത്തിൻ്റെ കട്ടിയും കൂടും. ഈ അപ്പം നല്ല തിന്നായിട്ടായിരിക്കുന്നത്. ഇതൊരു 3-4 ഒക്കെ കഴിച്ചാലും ഒന്നും ആവില്ല.
ഇനിയിപ്പം ഇതുപോലെ ക്രിസ്പി ആയിട്ട് വേണ്ട വെളുത്തായിരിക്കേണ്ടതെങ്കിൽ അത് ഒരുപാട് മൊരിയുന്നതിന് മുന്നേ പെട്ടെന്ന് ഇങ്ങ് എടുത്താൽ മതി. അങ്ങനെ എടുക്കുന്ന അപ്പം തണുത്താലും നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ ഈ അപ്പം ഇതുപോലെ ക്രിസ്പി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് തണുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. ഇവിടെ ഞാൻ ഓരോരുത്തരും കഴിക്കാൻ വരുമ്പോഴാണ് ഈ അപ്പം ചുട്ടെടുക്കുന്നത്. ചൂടോടുകൂടി തന്നെ കൊടുക്കും. ഈ അപ്പം അരയ്ക്കാനും ഉണ്ടാക്കാനും ഒക്കെ വളരെ ഈസി അല്ലേ. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് പറയാൻ മറക്കരുത്. അപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാനുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയും കൂടെ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണേ. ബീഫ് കറിയുടെ ടേസ്റ്റിലുള്ള കടലക്കറി ആയിരുന്നു അത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്